രാവിലെ ക്ഷേത്ര ദർശനത്തിന് പോവാണ്. നമ്മുടെ അടുത്ത് തന്നെ ശ്രീവരാഹം, അവിടുത്തെ ശ്രീലക്ഷ്മി വരാഹമൂർത്തി ടെമ്പിൾ, അതാണ് ഇന്നത്തെ സ്ഥലം. രാവിലെ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. ഇന്ന് നല്ല എന്താ പറയുക, മഴയാണ്, വന്നും പോയി ഇരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യും, ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യും. പക്ഷേ രാവിലെ ഒരു 7-7:15 ആകുമ്പോൾ അറിയാൻ കഴിയും. ഇത് ആ ഒരു സമയമാണ്. ഇച്ചിരി തെളിഞ്ഞ് കിടക്കുന്നു. അപ്പോൾ ഒരു ഓട്ടോ പിടിക്കാനായിട്ട് ആൾ പോയിട്ടുണ്ട്. ഓട്ടോ വന്നിട്ട് ഇവിടുന്ന് ഓട്ടോയിൽ കയറിപ്പോൾ നമ്മുടെ ചെറി ട്രീ നോക്കിയേ, ഇതെല്ലാം രാത്രിത്തെ മഴയിലെല്ലാം എല്ലാം ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. ഇഷ്ടംപോലെ റെഡ് ചെറീസ് ഉണ്ട് കേട്ടോ, പഴുത്തേക്ക്. ഇതൊന്നും ഞാനിപ്പോൾ ആർക്കും കൊടുക്കുന്നില്ല, എല്ലാം എൻ്റെ പൊടുമോൾക്ക് വേണ്ടി സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പൊടുവിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെറീസ്. അതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, നിറച്ച് പൂക്കുന്നുണ്ട്, കായ്ക്കുന്നുണ്ട്, പാവം. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ പിച്ചി നിത്യകല്യാണിയും തലേ ദിവസത്തെ പൂവാണ്, പൂത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോ വന്നാൽ ഉടൻ കയറി പോകാം. ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ തന്നെ ആദ്യം കാണുന്ന ഗരുഡ ഭഗവാനാണ്. ഗരുഡൻ്റെ ഒരു വിഗ്രഹമുണ്ട്. അതിൻ്റെ അവിടെ നേരെ നോക്കിയാൽ ക്ഷേത്രം കാണാം. അപ്പോൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഒരു 7 മണി കഴിഞ്ഞപ്പോൾ ഇറങ്ങി. വലിയ തിരക്കൊന്നുമില്ല. അടുത്ത ക്ഷേത്രത്തിലേക്കാണ്, വളരെ അടുത്ത് തന്നെയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ, പടിഞ്ഞാറേ നടയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ വന്നാൽ മതി. ശ്രീവരാഹം, ഇത് അനുകുട്ടിയുടെ വീടിനടുത്താണ് ശ്രീലക്ഷ്മി വരാഹമൂർത്തി ടെമ്പിൾ. അപ്പോൾ അതേക്ക് മഴ ഡ്രസ്സിൽ അപ്പോൾ ഇവിടുത്തെ ക്ഷേത്രക്കുളത്തിൻ്റെ മുന്നിലെത്തി. ഞാനൊന്ന് കാലൊക്കെ നനച്ചിട്ട് ഉള്ളിലേക്ക് പോകാം. പക്ഷെ ഇവിടെ മീനൂട്ടുണ്ട് കേട്ടോ. അയ്യോ, ദേ ഒരു കുളക്കാക്ക സ്വാൻ പോലെ വന്നിരിക്കുന്നു, നോക്കി. ഈ കുളത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് കേരളത്തിലെ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ടെമ്പിൾ പോണ്ടാണ്. സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് വേണമെങ്കിലും പറയാം. അതായത് ഹരിപ്പാട് ഇതിലും വലുതുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും വൺ ഓഫ് ദ ലാർജസ്റ്റ് ടെമ്പിൾ പോണ്ടാണ്. 1 ഏക്കറിൽ കൂടുതൽ വിസ്തൃതിയുള്ള ഒരു ക്ഷേത്രക്കുളം. ഏതാണ്ട് 15 മുതൽ 20 അടി താഴ്ച, അത് കഴിഞ്ഞാൽ ചെളി. മീനൂട്ടും ക്ഷേത്രക്കുളത്തിൻ്റെ സൈഡിലിങ്ങനെ ഇരുന്ന് ഈ ഒരു അന്തരീക്ഷത്തിൽ മീനുകൾക്ക് പക്ഷേ എന്തൊരു സെറൈൻ അറ്റ്മോസ്ഫിയറാണ്. നോക്കി, പോസിറ്റിവിറ്റിയുടെ എക്സ്ട്രീം ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഇതിന് ചുറ്റുമുള്ള റോഡ് നോക്കിക്കോളൂ. വലിയ മതിൽ കെട്ടൊന്നുമില്ല, വലിയ ഫെൻസിങ് ഇല്ല, ചെറിയൊരു ചുറ്റുമതിൽ മാത്രമേ ഉള്ളൂ. റോഡിൽ കൂടെ പോകുന്നവർക്കെല്ലാം അപ്രോച്ചബിൾ ആയിട്ടുള്ള രീതിയാണ്. ഒരുപാട് കുളിക്കടവുകളുണ്ട്. ആ ഭാഗത്തൊക്കെ ആൾക്കാർ കുളിക്കും. ഈ ഭാഗത്ത് പോറ്റിമാരൊക്കെ മാത്രം ഇറങ്ങുന്ന ഭാഗമാണ്. ഇത് നേരെ ഓപ്പോസിറ്റായിട്ട് ശ്രീവരാഹം ശ്രീ കുന്നാണ്ടൻ മഹാഗണപതി ക്ഷേത്രമുണ്ട്. വലമ്പിരി ഗണപതിയാണെന്നാണ് പറയുന്നത്. അതായത് പഴവങ്ങാടി ഗണപതി ഭഗവാനും തുമ്പിക്കൈ വലത്തോട്ടാണ്. അതുപോലെ തന്നെ ഈ മഹാഗണപതിയും വളരെ ഫേമസ് ആണ്. അതും വളരെ വിശേഷപ്പെട്ട ടെമ്പിളാണ്. ഇതിങ്ങനെയും റോഡ് ചുറ്റി പോയാൽ അവിടെ എല്ലായിടത്തും കുളിക്കടവുണ്ട് കേട്ടോ, ചുറ്റും. അവിടെയൊക്കെ ആൾക്കാർ കുളിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ റോഡിൽ കൂടെ നമ്മൾ വാഹനങ്ങളിൽ സഞ്ചരിച്ചാലോ നടന്നാലോ ഒക്കെ ഈ ടെമ്പിൾ പോണ്ട് വിസിബിളാണ്. നല്ല അപ്പോൾ ഇതിങ്ങനെ ആശാന്മാരെല്ലാം ഇങ്ങനെ കിടന്ന് കറങ്ങുന്നു. ഇവർക്കുള്ള ഭക്ഷണം കൊടുക്കുമ്പോൾ പിന്നെ ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ നടുക്കായിട്ട് ഒരു മണ്ഡപം കാണുന്നുണ്ട്. അതായത് രാത്രി കാലങ്ങളിൽ ദേവീദേവന്മാർ ഇവിടെ നീരാടാനായിട്ട് വരുമെന്നും ആ മണ്ഡപത്തിലേക്ക് കയറും എന്നൊക്കെയാണ് പറയുന്നത്. അവിടെ വരും, അങ്ങനെയൊക്കെ വിശ്വാസമാണ്. ഇതൊക്കെ ഓരോ വിശ്വാസങ്ങളാണല്ലോ. മീനുകളിങ്ങനെ വളരെ കാര്യമായിട്ട് വായൊക്കെ തുറന്നു ഇങ്ങനെ ഇതേ നോക്കും. എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് നല്ല ഒരു ഓറഞ്ച് റെഡ് കളറിലേക്ക് ആശാന്മാരുണ്ട് കേട്ടോ. വെരി സ്കിൽഫുൾ. ഇവർക്ക് ഇഷ്ടം പോലെ ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ്. ഞാനൊരു കാര്യം ചെയ്യാം, ആ സൈഡിലോട്ട് പോയിട്ട്
കുറച്ച് കൂടുതൽ ആൾക്കാർ ആ ഭാഗത്തും ഉണ്ടാകും. നമുക്ക് ഈ കുളത്തിൻ്റെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ നടന്ന് പോകാൻ പറ്റും. വിഷു നല്ല താഴ്ചയാണ് കേട്ടോ. അയ്യോ ദൈവം. എന്നാൽ ഇവിടെ ഇപ്പോൾ നല്ല രസമുണ്ട് ഇവിടെ. ഓ ഇവിടെ ഇഷ്ടം പോലെ അതേ നോക്കിയേ, കൂടെ വന്നിരിക്കുവാണ് ഇവിടെ ഫുൾ ക്രൗഡ്. യെസ്, ഹലോ ഓടി വരും മീനുകളെ. കമോൺ ബേബീസ്. ഈ കണ്ടോ, ഭയങ്കര നല്ല ക്രൗഡുണ്ട് ഇവിടെ, കളർഫുൾ. ഈ ക്ഷേത്രക്കുളങ്ങളിലെ മീനുകളൊന്നും ആരും പിടിക്കുക. ഇത് നോക്കിയേ, കുളക്കാക്ക പോകുന്നത്. അയ്യടാ, അത് വെള്ളത്തിലിങ്ങനെ മുങ്ങിയിട്ട് ഇനിയും പൊങ്ങും. എന്ത് ഭംഗിയല്ലേ ഇതിനെ കാണാൻ. അയ്യോ രസമായിരുന്നു. അതൊക്കെ ഇങ്ങനെ പ്രൊട്ടക്റ്റഡാണ് ഇവരെല്ലാവരും. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ വോളിയം ഉണ്ടാകും. ഭഗവാനെ ഇവിടെ നിന്നിട്ട് ഗണപതി ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് പോകാം. എല്ലാവരും അങ്ങനെ ചെയ്യുന്നത്. അവിടെ നിന്ന് ഒന്നുകിൽ അവിടെ നിന്ന് തൊഴുതിട്ട് ഇവിടെ വരും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് പോകും. പ്ലാസ്റ്റിക്കൊക്കെ ഇടാനായിട്ട് ഇവിടെ ഒരു ചാക്ക് വെച്ചിട്ടുണ്ട്, വേസ്റ്റൊക്കെ ഇടാൻ. ഇനി ഉള്ളിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ഞാൻ 2 രസീത് എഴുതിയിട്ടുണ്ട്. ഒന്ന് ഒരു അർച്ചനയും പിന്നെ പാൽപ്പായസത്തിന്. 11 മണി വരെ നട തുറന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ അത്. ഇവിടെ നാഗരാജാവിൻ്റെ പ്രതിഷ്ഠ. ഇത് 100 രൂപയുടെ അർച്ചന കാര്യങ്ങളാണ്. പാല്, പനിനീര്, മഞ്ഞൾപ്പൊടി, കർപ്പൂരം, എണ്ണ, സാമ്പ്രാണി. ഇത് നാഗരാജാവിനുള്ള പൂജയ്ക്കുള്ളതാണ്. ഇതിവിടെ നടയിൽ വെച്ചിട്ട് പോകണം. എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ എല്ലാ പൂജയ്ക്ക് ആവശ്യമുള്ള ഇതുപോലെ വഴിപാട് കാര്യങ്ങൾക്കെല്ലാം ഇവിടെ തന്നെ ഉണ്ട് അതിൻ്റെ ഒരു ഔട്ട്ലെറ്റ്. എന്നിട്ട് നമ്മളിങ്ങനെ ഒരു വലത് റൗണ്ട് ചെയ്ത് വലിയൊരു ആൽമരത്തിൻ്റെ ചുവട്ടിലാണ്. ചുറ്റും നാഗങ്ങളുടെ പ്രതിഷ്ഠകളാണ്. ഇങ്ങനെ നടന്ന് ചുറ്റി വരാം. അതായത് നമ്മൾ പ്രധാന നടയിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ തന്നെ സ്വർണ്ണ കൊടിമരമാണ് ഇവിടുത്തെ. നല്ല ഭംഗിയാണ് ഈ ക്ഷേത്രം, വളരെ മനോഹരമാണ്. അതായത് പൗരാണികമായ ടെമ്പിളാണ് ഇത്. ടിപ്പിക്കൽ കേരള ആർക്കിടെക്ചറൽ സ്റ്റൈലിലാണ് കിട്ടിയത്. ക്ഷേത്രത്തിൻ്റെ പ്രധാന നട, അവിടെ നിന്ന് നേരെ കാണുന്ന ക്ഷേത്രക്കുളം, ഈ സ്വർണ്ണക്കൊടിമരം, അത് കഴിഞ്ഞ ക്ഷേത്രക്കുളം, അങ്ങനെ പോകണം. ഇവിടെ നാഗരാജാവ്. ഇനി ഒന്ന് വലം ചുറ്റി വരാം. ദീപങ്ങൾക്കുള്ള ഇതെല്ലാം ഫുൾ ദീപം കത്തിക്കുന്ന സമയങ്ങളിൽ, ഉത്സവ സമയത്തെല്ലാം ഇത് ദീപാലങ്കൃതമായിരിക്കും. പിന്നെ ചുറ്റമ്പലം, അതായത് ഈ പ്രധാന ചുറ്റ് കാണുന്ന സ്ക്വയർ ഷേപ്പാണ്. അകത്തെ ശ്രീകോവിൽ വട്ട ഷേപ്പാണ്, റൗണ്ട് ഷേപ്പിലാണ് ശ്രീകോവിൽ. ഇവിടുത്തെ ക്ഷേത്രക്കുളത്തിനെ കുറിച്ചുള്ളൊരു ഐതിഹ്യം പറയുന്നത് അർജുന ഭഗവാനാണ്. അർജുനൻ, പഞ്ചപാണ്ഡവന്മാരിലെ അർജുനനാണ് ഈ ക്ഷേത്രക്കുളം അതായത് ഉണ്ടാക്കിയതെന്ന് പറയുന്നത്. പക്ഷേ ചരിത്രം പറയുന്നത്, ചരിത്രവും കുറച്ചൊരു എന്താ പറയുക, കെട്ടുകഴിവി എന്ന് പറയുന്ന പോലെ പറയുന്ന, ആദ്യം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രക്കുളത്തിന് വേണ്ടി കുളം കുഴിക്കാൻ തുടങ്ങിയിട്ട് ഒരിക്കലും വെള്ളം ക്ലിയർ ആവുന്നില്ലായിരുന്നു. അന്നേരം ദേവപ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ശ്രീവരാഹത്തെ ലക്ഷ്മി വരാഹമൂർത്തിക്ക് നല്ലൊരു കുളം ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ അത് ആ ഒരു കോമ്പൻസേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇവിടെ കുളം കുത്തിയിരുന്നു, ഇവിടെ വലിയൊരു ടെമ്പിൾ കൊണ്ടുവന്നു. അതിന് ശേഷമാണ് പത്മതീർത്ഥം അവിടെ കറക്റ്റായിട്ട് വന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയെല്ലാം ഓരോ
പഴയ കേട്ടുകഴിവുകളാണ് ഇങ്ങനെ ആൾക്കാർ പറയുന്നതാണ്. എന്തായാലും ചരിത്രം വേറെ, ഐതിഹ്യങ്ങൾ വേറെ വ്യത്യാസമുണ്ട്. ഇത് ചതുരം ഷേപ്പിലാണ് കേട്ടോ ഈ നടപ്പന്തലെല്ലാം തന്നെ. പക്ഷേ ഉള്ളിൽ വട്ടശ്രീ പോലെ ആ റൂഫും പഴയ കോപ്പർ പ്ലേറ്റ് റൂഫും ഒക്കെ ആയിട്ട് വളരെ, അത് നമുക്ക് വരുമ്പോൾ അറിയാൻ പറ്റും എന്തൊരു സെറൈൻ അറ്റ്മോസ്ഫിയർ അറിയാം. വളരെ ശാന്തസുന്ദരം, നമുക്ക് ഭക്തി, നമുക്കൊരു പീസ് ഓഫ് മൈൻഡ്, ഇതെല്ലാം ഒരു വന്നു കഴിഞ്ഞാൽ തന്നെ കിട്ടും. വരേണ്ട സ്ഥലം തന്നെയാണ്. നമ്മുടെ വീടിന് തൊട്ടടുത്താണ് കേട്ടോ ഇതെല്ലാം. അനുകുട്ടിയുടെ വീട് വളരെ അടുത്താണ്, ഇതിൻ്റെ തൊട്ടപ്പുറത്താണ്. ഇതിൻ്റെ ആ കയറി വരുന്ന കൊട്ടിയമ്പലം പോലെ ആ ഒരു ഫ്രണ്ട് പോർഷൻ രണ്ട് സൈഡിലെയും പിന്നിലത്തെയും മുന്നിലത്തെയും ആ ഒരു ഗോപുരം ചെറിയൊരു പഴയ കേരള ആർക്കിടെക്ചറൽ സ്റ്റൈലിൽ തന്നെയാണ്. അതും വിശാലമായ ചുറ്റുപാടുകൾ, അതായത് നഗരത്തിൻ്റെ മധ്യത്തിലാണ് ചുറ്റും വീടുകളൊക്കെ. നല്ലൊരു കുറേ ഒരു ലാൻഡാണ്, നല്ലൊരു സ്പേസ് ഓഫ് ലാൻഡ്, നല്ല വൃക്ഷങ്ങളും ഒക്കെ ആയിട്ട്, ആൽമരവും ഒക്കെ ആയിട്ട്, പച്ചപ്പും. അപ്പം നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ എവിടെ പോയാലും എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട്. ഭഗവാന്റെ തലയിൽ വയ്ക്കണം. അകത്തുനിന്ന് കിട്ടിയതാണ്. ഇനി പുറത്ത് പോയിട്ട് ഇവിടെ നിന്ന് തന്നെ കണ്ടെയ്നർ കിട്ടും പാൽപ്പായസം മേടിക്കാൻ. അത് മേടിച്ച് അകത്ത് കൊടുത്താൽ പാൽപ്പായസം കിട്ടും. അപ്പോൾ 110 രൂപയുടെ രസീതാണ് എഴുതിയത് പാൽപ്പായസത്തിൽ. ഇവിടെ ഒരു ചെറിയൊരു കൃഷ്ണ ഭഗവാനുണ്ട്. മനസ്സിന് എന്ത് സമാധാനം അറിയാം. ഈ ഒരു മഴക്കാലം കൂടി ആകുമ്പോഴേ, ഇനിയൊരു വലിയ മഴ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നടന്ന ചുറ്റമ്പലമൊക്കെ ചുറ്റി ഉപദൈവങ്ങളെല്ലാം പ്രാർത്ഥിച്ചു. ഫ്രണ്ടിൽ പോയി ഒന്നുകൂടി പ്രാർത്ഥിച്ച് പാൽപ്പായസവും മേടിച്ചിട്ട് തിരിച്ചിറങ്ങാം. എനിക്ക് കുളം കണ്ട് മതിയായില്ല. നേരെ ക്ഷേത്ര നടയിൽ നിന്നും ഇങ്ങോട്ട് നേരെ വന്നാൽ ക്ഷേത്രക്കുളം. അപ്പോൾ നമ്മുടെ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രത്തിലെ പൂറ്റിയാണ് ശ്രീ കേശവൻ പൂറ്റി. അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ്. ഇത് അയ്യങ്കാർ ടെമ്പിൾ എന്ന് വെച്ചാൽ പ്രധാന ദേവസ്വം ബോർഡാണ്. പക്ഷേ ഇവിടുത്തെ പൂജയുടെ കാര്യങ്ങൾക്കൊക്കെ ദേവസ്വം ബോർഡ് വിധിപ്രകാരമുള്ള തന്ത്രി സമുച്ചയത്തിൽ പറഞ്ഞിരിക്കുന്ന ആ രീതിയിലുള്ള പൂജ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ 3 നേരം പൂജയുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു കുടുംബം അത് ഞങ്ങൾ കുഞ്ചത്തായ കുടുംബക്കാരാണ്, ഇവിടുത്തെ കാരായ്മ ശാന്തിക്കാരാണ്. ശാന്തിക്കാര് എന്ന് വെച്ചാൽ ഞങ്ങളെ കുടുംബക്കാർക്ക് മാത്രമേ ഇവിടെ. അതേത് കുടുംബമാണ്? അതാണ് ഈ കുഞ്ചത്തായ ഉടുപ്പിയിലുള്ള. ഉടുപ്പിയാണ് അപ്പോൾ അതിന്റെ ബേസ്. ഉടുപ്പിയിലുള്ള കുഞ്ചത്തായ, അതായത് പോറ്റിമാര് അല്ലേ, അവരാണ് ഉടുപ്പി പോറ്റീസ്. അതാണ് 2 പേരുണ്ട്. നിർബന്ധമായിട്ട് ആ കുടുംബത്തിൽ നിന്ന് മാത്രമേ ഇവിടെ ശാന്തി ഉള്ളൂ. വർഷങ്ങളായിട്ട് അങ്ങനെയാണ് അത് ഫോളോ ചെയ്ത് വരുന്നത്, രാജാവിന്റെ കാലം തൊട്ട്. ഞാൻ ഒരു സംശയം, പത്മനാഭസ്വാമി ക്ഷേത്രവും ഈ ക്ഷേത്രവും ഒക്കെ ഏത് ഒരേ പീരീഡ് ഓഫ് ടൈമിൽ? അതിന് മുമ്പേ ഉണ്ട്. ഇത് അതിനും പഴക്കമുണ്ട്. ഈ സ്ട്രക്ചറൊക്കെ ഓരോരുത്തരുടെ കാലത്ത് റിന്യൂ ചെയ്തതായിരിക്കും, ഡെവലപ്പ് ആയിരിക്കും. പക്ഷെ പ്രതിഷ്ഠ വന്നിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടെന്നാണ് പറയുന്നത്. നൂറ്റാണ്ടുകൾക്ക്. അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെക്കാട്ടിലും ഉണ്ടെന്നാണ് പറയുന്നത്. 2000 വർഷങ്ങളോളം പഴക്കമുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഈ രാമായണം നടക്കുന്ന സമയത്ത് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. കുളത്തിലൊക്കെ ഇറങ്ങി തർപ്പണം ചെയ്ത് പോയിട്ടുണ്ടെന്നൊക്കെയാണ് രാമലക്ഷ്മണന്മാര് ഇവിടെ തർപ്പണം ചെയ്തൊക്കെ പോയിട്ടുണ്ടെന്നൊക്കെയാണ് ഐതിഹ്യം പറയുന്നത്. പക്ഷെ ഒന്നും റെക്കോർഡൊന്നുമില്ല. പഴയ റെക്കോർഡുകളൊക്കെ മറ്റേ താളിയോലയിലൊക്കെ ഉള്ള അതെല്ലാം ഇല്ലാതായിപ്പോയി, അതൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഓക്കെ. അപ്പോൾ ഒരു പഞ്ചപാണ്ഡവന്മാരിലെ അർജുനാണ് ഈ കുളം കുഴിച്ചത് അങ്ങനെ ഒരു ഐതിഹ്യം പറയുന്നുണ്ട്. ഓക്കെ. എന്തായാലും അർജുനൻ വന്ന് ഇവിടെ തർപ്പണം ചെയ്തു എന്നും ഇവിടെ കുളം കുഴിച്ചത് അങ്ങനെ ഓരോരുത്തരും ഓരോ കഥകൾ പറയുന്നുണ്ട്. ഈ തൂണിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇത് കൺസ്ട്രക്ട് ചെയ്ത വർഷമാണ് 1107 ഈ തൂണ് കൺസ്ട്രക്ട് ചെയ്തത്. ശരി, ആനക്കൊട്ടില്. മനസ്സിലായി. 1107. അപ്പോൾ തന്നെ എത്ര വർഷങ്ങളുടെ പഴക്കം? 1107.
അത് 10-11 നൂറ്റാണ്ടൊക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഇത് ചെയ്ത് അപ്പൊ ഇതിനു മുമ്പ് അപ്പൊ അന്ന് ഈ സിമെന്റഡ് ആയിട്ടാണോ ചെയ്തത്? ഇത് കുമ്മായക്കെട്ടാണ്. കുമ്മായക്കെട്ടാണ്. തടിയല്ലോ ആയിരിക്കും. കുമ്മായക്കെട്ടാണ് ഇത്. ആനക്കൊട്ടിൽ പോലെ അല്ലേ? ഇത് ഭയങ്കര ഇതൊക്കെ കുമ്മായക്കെട്ട്. പഴയ കേരള ആർക്കിടെക്ചറൽ സ്റ്റൈലിൽ തന്നെ ടിപ്പിക്കൽ. ഓക്കെ, ഇത് ഓരോ കാലാകാലങ്ങളിൽ വന്ന മാറ്റങ്ങളായിരിക്കും. രാജാക്കന്മാരുടെ ഓരോരുത്തരുടെ സമയത്ത് ഓരോ റിനോവേഷൻ ചെയ്ത് അത് ഓരോ സ്ട്രക്ചർ ചെയ്തതാണ്. പിന്നെ ഇവിടുത്തെ പ്രധാന പ്രാർത്ഥിക്കുന്നത് അതായത് ഈ ഭൂമി സംബന്ധമായ പരിഹാരമാവുന്നാണ് പറയുന്നത്. അതായത് ഭൂമി വിൽക്കുക, വാങ്ങുക, കെട്ടിടം വെക്കുക, ഭൂമിയുമായി ബന്ധപ്പെട്ട തടസ്സമുള്ള എല്ലാത്തിനും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അതിന് ഏത് പൂജയാണ് ഇവിടെ ചെയ്യുന്നത്? ഭൂസൂക്താർച്ചനയും. ഭൂസൂക്താർച്ചന അതുണ്ട് ഇവിടെ ചെയ്യും. അത് വളരെ ഭഗവാൻ അത് അനുഗ്രഹിക്കുന്നു. തടസ്സം മാറി കിട്ടും. രാക്ഷസൻ വിഷ്ണുഭവന്റെ തട്ടിക്കൊണ്ട് വരുന്നു എന്നാണ് കഥ. ഭൂമിദേവിയെ രാക്ഷസൻ വെള്ളത്തിനടിയിൽ കൊണ്ടുപോകും, സമുദ്രത്തിന്റെ അടിയിൽ കൊണ്ടുപോകും, ഒളിപ്പിച്ചിരുത്തും. അപ്പൊ മഹാവിഷ്ണു വരാഹ രൂപത്തിൽ 3ാമത്തെ അവതാരമാണ്. അവതാരമായിട്ട് കൊമ്പിലിങ്ങനെ എടുത്തിട്ട് കൊണ്ടുവരും. അവിടെ ചെന്ന് യുദ്ധം ചെയ്ത് ദേവിയെ രക്ഷിച്ചുകൊണ്ട് വരുന്നതെന്നാണ്. ഓക്കെ, അതാണ് ഇതിൻ്റെ കഥ പറയുന്നത്. വളരെ സന്തോഷം എന്തായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിൽ. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഓക്കെ, എൻ്റെ അനിയൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞത് ഇവിടെ കോളേജിൽ പഠിക്കുമ്പോൾ. ഓക്കെ, എന്തായാലും കുറേ നാൾ കഴിഞ്ഞ് കാണാൻ പറ്റിയ സന്തോഷം. വളരെ സന്തോഷം. കാണാറുണ്ട്. അപ്പോൾ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിരുന്നു. അദ്ദേഹം കുറേ വിവരങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നട, ഇവിടെ സ്വർണ്ണ കൊടിമരം, നേരെ ക്ഷേത്രക്കുളം, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ പോകുന്നത്. ചെറിയൊരു മഴയൊക്കെ ഡ്രിസിൽ ചെയ്തു. ഇപ്പോഴും ചെറിയൊരു ഡ്രിസിലിംഗ് ഉണ്ട്. ഇത് നോക്കിയേ, പാൽപ്പായസം. ഞാൻ ഇവിടെ വെച്ച് തന്നെ ഇച്ചിരി ഒന്ന് പ്രസാദം പോലെ ഭഗവാന്റെ ക്ഷേത്ര നടയിൽ നിന്നുകൊണ്ട് ശ്രീകോവിലെ നിന്നൊക്കെ നോക്കി തന്നെ പാൽപ്പായസം. ഇത് 110 rupees. ഓക്കെ, നേരെ ഇവിടെ വന്നിട്ട് എല്ലാവരും ശ്രീ കുന്താണ്ടൻ മഹാഗണപതിയും പ്രാർത്ഥിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. ഇത് മഴയായിരുന്നു ചെറുതായിട്ടൊന്ന് കണ്ട മഴയത്ത് ഇവിടെ നിന്നിട്ട് ഭഗവാനെ. ഇത് 3ാമത്തെ അവതാരമാണ് മഹാവിഷ്ണു. ദശാവതാരത്തിലെ 3ാമത്തെ അവതാരമാണ് ശ്രീ വരാഹ. അതായത് ഒരു വരാഹത്തിൻ്റെ ഷേപ്പും, ബോർ ഷേപ്പ് വരാഹമൂർത്തി. ലക്ഷ്മി വരാഹമൂർത്തി എന്ന് പറയുന്നത് അപൂർവം ആണ്. ഇവിടെ വളരെ മടിയിലാണ് ലക്ഷ്മി ദേവി ഇരിക്കുന്നത്. അങ്ങനെയാണ് നമ്മളെ ഫേസ് ചെയ്യുന്നത്. പ്രാർത്ഥിച്ചിട്ട് പോകാം. ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ ഇങ്ങനത്തെ വീടിനുണ്ടാകുന്ന ദോഷങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ, വീട് വായിക്കുക, വാങ്ങുക, വസ്തു തർക്കങ്ങളെല്ലാം മാറിക്കിട്ടാനായിട്ട് ഇവിടെ പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് വിശ്വാസികൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനി ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് പോകാം. മഴയായിരുന്നു നല്ല രീതിയിൽ. പ്രസാദം ഇപ്പോൾ മഴയാറുന്നതുകൊണ്ട് ഞാനിവിടെ നടയിൽ തന്നെ ഇരിക്കുകയാണ്. ഫ്രണ്ടിൽ ഈ പൂ ശരിക്കും അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പൂ വയ്ക്കണം എന്നാണ് തലയിൽ. നമ്മൾ ഈ പ്രസാദം തൊടുന്ന പോലെ തന്നെ അർച്ചന കഴിഞ്ഞ് കിട്ടുന്ന പൂവും ചൂടാണ്. ഇവിടെ എന്താണ്? അയ്യോ, വണ്ടി പോവും. ഒരു മിനിറ്റ്. ഇവിടെ ഒരു ചെറിയ കട, റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ, അമ്പലമുറ്റം. ഇവിടെ എന്താണ് പരിപാടി? വീട്ടിലെ ഊണ് അല്ലേ? അമ്പലത്തിനോട് ചേർന്ന്. കൊള്ളാലോ. അത് ശരി, വീട് ക്ഷേത്രത്തിനോട് ചേർന്ന് കേട്ടോ, വീട്ടിലെ ഊണ് പറഞ്ഞിട്ട്. ഇവിടെ ഊണും പിന്നെ എന്തൊക്കെയാ ആണ് ഉച്ച സമയത്ത്? വെജിറ്റേറിയൻ അല്ലേ? ഇവിടെ നോൺ വെജും കൊടുക്കും. ഓഹോ, ഉച്ചയൂണ് അല്ലേ? ഒരു ദിവസം വരാം. ഓക്കെ, ശരി. ഓക്കെ ഓക്കെ, ശരി, സന്തോഷം. ഓക്കെ, ഓട്ടോ പൂ ഓടിക്കാം. ചേട്ടാ ഓടി. ചേട്ടാ ഓഫീസിൽ പോകാനായിട്ട് റെഡിയാവും. ആയിട്ടില്ല, ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ പോകുള്ളൂ. പിന്നെ അതിന് പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് കുറേയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. എന്തായാലും
നല്ലൊരു ദിവസം അകത്തേക്ക് പോകാം. പിന്നെ ഈ ഡ്രസ്സൊക്കെ മാറി കിച്ചണിലേക്ക് പോകണു. അപ്പോൾ ഇത് പുടുക്കുട്ടിക്കും ആനുകുട്ടിക്കും ഇഷ്ടമായിരിക്കും. അങ്ങനെ രാവിലത്തെ അമ്പല ദർശനമെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ മാവ് കുറച്ച് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ റാഗി വെച്ചിട്ടുള്ളൊരു വിഭവം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഇഡ്ഡലി, ദോശ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ഇങ്ങനെ എന്താ പറയുക, തേങ്ങയൊക്കെ അരച്ച് ചെയ്യുമ്പോൾ ദോശ തന്നെ ആയിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ബാറ്റർ തയ്യാറാക്കുന്ന രീതി ഇങ്ങനെയാണ്. ഇത് 1 കപ്പ് റാഗി പൗഡർ അഥവാ മുത്താറി പൗഡർ, അതുപോലെ 1 കപ്പ് ചോറ്, സാധാരണ ചോറ്, നമ്മൾ ഉച്ചയ്ക്ക് വേവിക്കുന്ന റൈസ്. അപ്പോൾ റാഗി ആയതുകൊണ്ട് ഏത് കളറിലെ ചോറാണെങ്കിലും കുഴപ്പമില്ല. ആ റാഗിയുടെ ഒരു കളറായിരിക്കുമല്ലോ എന്തായാലും പ്രോഡക്റ്റ് വരുമ്പോൾ. വൈറ്റ് റൈസ് തന്നെ വേണമെന്നില്ല. ഇതിപ്പോൾ ചമ്പാവരി ചോറ് 1 കപ്പ് ഈക്വൽ ക്വാണ്ടിറ്റി എടുത്തു. 1 കപ്പ് തേങ്ങ ചിരകിയതും, എല്ലാം ഒരേ ക്വാണ്ടിറ്റി. കുറച്ച് വെള്ളം, ഒരു 1/2 മുതൽ 1/4 കപ്പ് വെള്ളം വരെ വേണ്ടി വരും, നോക്കിയിട്ട് ചേർത്താൽ മതി. കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം, അരഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ടോട്ടൽ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ 1 കപ്പോളം വെള്ളം ഒഴിക്കുന്നു. അരച്ച മാവ് ഒരു ചരുവത്തിലേക്ക് മാറ്റണം. ഇനി കുറച്ച് വെള്ളം കൂടി ബാക്കി വെച്ചിട്ടുണ്ട്, അതും കൂടി വെച്ചിട്ട് ഈ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട്, അപ്പോൾ എല്ലാം കൂടി ഞാനിപ്പോൾ 1 കപ്പ് എന്ന് തന്നെ പറയാം. 1 കപ്പ് ഓഫ് വാട്ടർ. കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട്. ഇപ്പോൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല, അടച്ച് വയ്ക്കാം. ഇത് നാളെ ആകുമ്പോൾ കറക്റ്റായിട്ട് ഫെർമെൻറ്റഡ് ആയിട്ടിരിക്കും. അത് കറക്റ്റ് ഇങ്ങനെ നല്ല ഫെർമെൻറ്റഡ് ആയിട്ടിരിക്കുന്നുണ്ട്, പൊങ്ങി വന്നിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ ഇനി ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കേണ്ടത്. ആവശ്യാനുസരണം വെള്ളം ചേർത്തിട്ട്, ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പും ചേർത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊരു സൈഡ് ഇരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ കുംഭകോണം കടപ്പ ഉണ്ടാക്കാം. കുംഭകോണം കടപ്പ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റ്യൂ പോലെ തന്നെയാണ്. വെജിറ്റബിൾസ് എക്സ്ട്രാ വേണമെങ്കിൽ നമുക്കിതിനകത്ത് ചേർക്കാം, അല്ലാണ്ട് ഉരുളക്കിഴങ്ങ് മാത്രം വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഈ കുംഭകോണം കടപ്പ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾ സ്റ്റ്യൂ ഒക്കെ പോലെ തന്നെയാണ്, ചെറിയ മാറ്റമേ ഉള്ളൂ. ഇതിൽ പ്രധാനമായിട്ട് ഉരുളക്കിഴങ്ങും അതിനോടൊപ്പം തന്നെ ചെറുപരിപ്പും കൂടിയാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുക്കുകയാണെങ്കിൽ ഒരു 1/4 കപ്പ് ചെറുപരിപ്പ്, വറുത്ത ചെറുപരിപ്പ്. ഓക്കെ, അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾസ് ചേർത്തും ചെയ്യാൻ, ചേർക്കാതെയും ചെയ്യാം. ഞാൻ പക്ഷേ ക്യാരറ്റ് ചേർക്കും. ഇപ്പോൾ ഒരു ക്യാരറ്റ്, ഒരു ചെറിയ ക്യാരറ്റ്, തീരെ ചെറുതല്ല, മീഡിയം ക്യാരറ്റ് ഞാനിങ്ങനെ ചെറിയ ചെറിയ കഷ്ണം പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ പിന്നെ ഉരുളക്കിഴങ്ങും ചെറുപരിപ്പും ക്യാരറ്റും എല്ലാം കൂടെ വേവിക്കാനായിട്ട് കുക്കറിലേക്ക് ഇടാം. ഒരു 2-3 വിസിൽ. എന്നിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. പരിപ്പ് നന്നായിട്ട് ഉടയണം, ഉരുളക്കിഴങ്ങും കുറേയൊക്കെ ഉണ്ട് ഉടയണം. കൂട്ടത്തിൽ ക്യാരറ്റ് കൂടെ കുറച്ചൊക്കെ ഉടഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, അതാദ്യം ചെയ്യാം. കുക്കറിലേക്ക് മാറ്റുകയാണ് ഉരുളക്കിഴങ്ങ് പീസ്. ചെറുപരിപ്പ് വറുത്തതാണ്, 1/4 കപ്പ് കറക്റ്റാണെന്ന് എടുത്തു, അത് കഴുകിയെടുത്തത്. പിന്നെ ക്യാരറ്റും കൂടി ചേർക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ്, ബീൻസ് വേണമെങ്കിലും ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു ട്രഡീഷണൽ സ്റ്റൈലാണെങ്കിൽ എനിക്ക് തോന്നുന്നു പൊട്ടറ്റോ ആണ് മെയിൻ, പൊട്ടറ്റോ ആൻഡ് ചെറുപരിപ്പ്. ഇത് ഇത്ര മതി. ഇനി ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വേവിക്കാനായിട്ട് പാത്രം അടയ്ക്കാം. വെള്ളം ഒഴിക്കാം. ഒരു 2 കപ്പ് വെള്ളം ഇരിക്കട്ടെ. 1.5 മുതൽ 2 കപ്പ് വെള്ളം. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. ചില ആൾക്കാർ മഞ്ഞൾപ്പൊടി ചേർത്ത് ചെയ്യും, ഒരു യെല്ലോ കളറായിരിക്കും. ചിലർ വൈറ്റായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി കുറച്ച് അരയ്ക്കാനുള്ള കാര്യം കൂടെ ഒന്ന് പെട്ടെന്ന് അരച്ചെടുക്കാം. അതായത് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും, ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതെടുത്തു. 2 പച്ചമുളക്, എരിവിനനുസരിച്ചിട്ട്, എരിവ് കുറവാണെങ്കിൽ 3-4 വരെ ആകാം. ഒരു വലുതും 2 ചെറുതും, വെളുത്തുള്ളി അല്ലി. ഇനി അല്പം ഒരു 1-1.5-2 ടേബിൾ സ്പൂൺ വരെ അണ്ടിപ്പരിപ്പാകാം. എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ക്വാണ്ടിറ്റി കുറവാണ്, ആക്ച്വലി പറഞ്ഞാൽ ഇവിടെ കുറവേ ഉള്ളായിരുന്നു, അത് കാരണം അത്ര എടുത്തുള്ളൂ. ഒരല്പം പെരിഞ്ചീരകം,
അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മതി. ഒരു 1/2 ടീസ്പൂൺ വരെ ആകാം. മസാലയുടെ ഒരു മണം. ഇതൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇത് റെഡിയാക്കി വെക്കാം. പിന്നെ ഇത് വെന്ത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. യെസ്, നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലിരിക്കട്ടെ. ഒരു 2 വിസിൽ കഴിഞ്ഞു. ഞാൻ ഒരു വിസിലിനും കൂടെ വെയിറ്റ് ചെയ്യണം. അതും കൂടെ കഴിഞ്ഞിട്ട് ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്കിപ്പോൾ അതേ അടുപ്പിൽ തന്നെ ഒരു പാത്രം വെച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. കുറച്ച് എണ്ണ, ഒരു 1-1.5 ടേബിൾ സ്പൂൺ മാക്സിമം. ഇനി ഒരു 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ വരെ ആകാം. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം. അപ്പോൾ സ്റ്റ്യൂ പോലെയാണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ, എക്സാക്റ്റ് സ്റ്റ്യൂ അല്ല, ചില ഇൻഗ്രീഡിയൻസ് മാറ്റമുണ്ട്. പിന്നെ പട്ട ഇടാം, കറിവേപ്പില, പിന്നെ ബേ ലീഫ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. ആഹാ, നല്ല മണം. ഇനി വേണ്ട കാര്യം എല്ലാം ജീരകമൊക്കെ നന്നായിട്ട് പൊട്ടി മൂത്ത് ആ ഒരു മണം വരും. എല്ലാം കൂടി ചേർന്ന് നല്ല മണം. ഇനി പച്ചമുളക് 2 രണ്ടായി പിളർന്നിട്ട് മുറിക്കാം. പിന്നെ ഒരു 2 സവാള, ഇത്രയാണ് ഞങ്ങൾക്ക് ചേർത്ത്. ഹാഫ് സ്ലൈസസ് ആയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. ഒരുപാട് കളർ മാറേണ്ട ആവശ്യമില്ല, വാടി വരണം. അപ്പോൾ കിടക്കുക. അപ്പോൾ ഇത് മഞ്ഞൾപ്പൊടി ചേർത്ത് ചെയ്യുന്ന യെല്ലോ കളറിലെ കടപ്പയാണെങ്കിൽ ഈ സമയത്ത് മഞ്ഞൾപ്പൊടിയും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വൈറ്റായിട്ട് തന്നെ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്, മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. കുക്കറിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കുന്നു. ഇനി ഞാനൊന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ തടി വെച്ചിട്ട് നമ്മുടെ ചിരട്ടത്തിൽ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഞാനിപ്പോൾ കുംഭകോണം പോയപ്പോൾ ചില കടകളിൽ കഴിക്കുമ്പോൾ അത് വൈറ്റ് തന്നെ ആയിരുന്നു, കുംഭകോണം കടപ്പ എന്ന് പറഞ്ഞതായിരുന്നു. അതുപോലെ അവർ ചില ആൾക്കാർ അതിൽ കടലയും കൂടി ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. വെജിറ്റബിൾസ് ചിലരിടുന്നു, ചിലരിടാറില്ല. പക്ഷേ കടല ഉണ്ടായിരുന്നു, കടല, വെള്ളക്കടല, ഇങ്ങനെ, അതായത് കടലപ്പരിപ്പ് ഇങ്ങനെ പിളർന്നത്, അതിങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിൽ ഇടയ്ക്കുണ്ടായിരുന്നു. പക്ഷെ വൈറ്റ് തന്നെയായിരുന്നു. ഇതിൽ മാക്സിമം ഉടച്ചെടുക്കുകയാണ് വേണ്ടത്. ഉരുളക്കിഴങ്ങും കടല, ഈ ചെറുപരിപ്പ്. അത്യാവശ്യം നല്ല കുറച്ചൊരു ലൂസ് ഗ്രേവി ആയിട്ടിരിക്കുന്നു. പക്ഷേ നമുക്ക് തേങ്ങ കൂട്ട് ചേർക്കാനുണ്ട്, അപ്പോൾ അത് കറക്റ്റ് തിക്കായിക്കോളും. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ നമ്മുടെ ക്യാരറ്റും കുറേയൊക്കെ ഈ കൂട്ടത്തിൽ ഉടഞ്ഞ് ചേരും. ഇത് ഉരുളക്കിഴങ്ങൊന്നും അങ്ങനെ കാണുന്നില്ല എന്നാണ്. ചെറുപരിപ്പും ഉരുളക്കിഴങ്ങൊന്നും അങ്ങനെ വ്യത്യസ്തമായിട്ട് അറിയാൻ പറ്റില്ല. എന്താണെന്ന് പെട്ടെന്ന് പിടിയിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു രീതി. പുളിയെല്ലാം വേണ്ട അതായത് ഒരു എന്താ പറയുക, നല്ലതായിട്ട് വാടുന്നൊരു ഭാഗമായി വരുന്നു. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഈ ഒരു ഉരുളക്കിഴങ്ങ് കൂട്ടിൽ. അതുകൊണ്ട് കുറച്ച് ഉപ്പ് മതി. അതിൽ കുറച്ച് ഉപ്പുണ്ട്, ഇതിലൊരല്പം ഉപ്പ് ചേർക്കാം. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് പിന്നെ വേണമെങ്കിൽ ചേർക്കാം. ഓക്കെ, ഇപ്പോൾ ഏതാണ്ട് സെറ്റായി. ഇനി ആ ഉടച്ചു വെച്ചിരിക്കുന്ന കൂട്ട് പരിപ്പും ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലിപ്പോൾ തന്നെ അത്യാവശ്യം തിക്കാണ്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാക്കൂട്ടും കൂടി ചേർക്കാം. ഇതിൻ്റെ എരിവെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചേർക്കുന്ന പച്ചമുളക് തന്നെയാണ്. അപ്പോൾ ഇത് നല്ല എരിവുള്ള മോളീസ് ഗാർഡനിലെ പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ ടോട്ടൽ 4 ചേർക്കുന്നുള്ളൂ. 2 അരപ്പിൻ്റെ കൂടെയും 2 തേപ്പ് ഇതിനകത്ത് വഴറ്റിയപ്പോൾ ചേർത്തു. ഇനി അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാ മിശ്രിതം ഇച്ചിരി വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് വരാം. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരുപാട് തിക്കുമല്ല, ഒരുപാട് തിന്നുമല്ല. അപ്പോൾ മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തു. ഓക്കെ, സെറ്റ്. ആഹാ, നല്ല മണം. പെരുംജീരകം ചേർത്ത് അരച്ചത് കൊണ്ടൊരു സ്പെഷ്യൽ മണം. ഇനി ഒന്ന് തിളയ്ക്കട്ടെ നന്നായിട്ട്. എരിവൊക്കെ ഉണ്ട്, ഇച്ചിരി ഉപ്പും കൂടി വേണം. നല്ല എരിവ് അത്യാവശ്യം. 4 പച്ചമുളക് തന്നെ ഇത്ര എരിവ്. പിന്നെ പെരുംജീരകം ഓപ്ഷണലാണ്, നോട്ട് നെസസറി, നിർബന്ധമില്ല. അപ്പോൾ നന്നായിട്ട് വന്നു, നല്ലതായിട്ട് തിളച്ചോട്ടെ. ഇത്രയേ ഉള്ളൂ, സംഭവം റെഡി. ഇച്ചിരി കൂടുതൽ ഞാൻ ഉണ്ടാക്കിയതേ ഉള്ളൂ കടപ്പ. കാര്യം ഇത് നമുക്ക് വൈകുന്നേരവും എടുക്കാമല്ലോ, ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറിനും എടുക്കാം.
ഇതിപ്പോൾ ഇഡ്ഡലി, ദോശ എല്ലാത്തിൻ്റെയും കൂടെ കോംബോ ആണ്. പ്ലസ് നമ്മുടെ നാട്ടിലെ അപ്പത്തിനും പറ്റും, ചപ്പാത്തിക്കും പറ്റും, എന്തിനു വേണമെങ്കിലും പറ്റും. കടപ്പ. സോ കുംഭകോണം കടപ്പ റെഡി. ഒരു 5 മിനിറ്റ് തിളച്ചാൽ മതി. ആ പച്ചച്ചുവയൊക്കെ പോകണം, തേങ്ങ അരപ്പിൻ്റെ. അത്രേ ഉള്ളൂ. പുറത്ത് നല്ല മഴ. കറി റെഡി. ഇനി ദോശയും കൂടി ഉണ്ടാക്കിയാൽ മതി. ദോശക്കല്ല് അടുപ്പിൽ കയറി കഴിഞ്ഞു. ദോശമാവിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാം. ഇച്ചിരി ഉപ്പ് ചേർക്കണം. നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. കല്ല് ചൂടായി കഴിഞ്ഞാൽ ദോശ ചുട്ട് തുടങ്ങും. ദോശക്കല്ല് ചൂടായി. ഒരു തട്ടു ദോശ സ്റ്റൈലിൽ ചെയ്താൽ മതി. ജസ്റ്റ് ഒന്നൊരു പാത്രം വെച്ചൊന്ന് അടയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇത് നമ്മുടെ എന്താ പറയുക, കല്ലപ്പമൊക്കെ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് പോലെ ആണ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ തിരിച്ചിടുകയും ചെയ്യും. ഒരു സൈഡായി കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിരിക്കും. ഇറ്റ്സ് ടു ഗുഡ്. ഈ കല്ലപ്പം ചുടുന്ന പോലെ നമുക്ക് ഈ ദോശ ഇങ്ങനെ ചുട്ടെടുക്കാം. അപ്പം മറു സൈഡും റെഡി ആയിട്ടുണ്ടാകും. ഫസ്റ്റ് ദോശ ഈസ് റെഡി. വീണ്ടും ഒരു തവി മാവ് പാത്രം കൊണ്ടൊന്ന് അടയ്ക്കാം. ഒരു സൈഡും കൂടി അത് അടിഭാഗവും വേഗം മേൽഭാഗവും വെന്തിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടപ്പ് മാറ്റിയിട്ട് തിരിച്ചിട്ടാൽ മതി. അപ്പോൾ ഈ സൈഡ് ഇങ്ങനെ അടച്ചിട്ടാൽ മാത്രമേ നമുക്ക് മറിച്ചിടാനായിട്ട് എളുപ്പമുണ്ടാവുള്ളൂ. അത്ര സോഫ്റ്റാണ്, മനസ്സിലായില്ലേ? ഇറ്റ്സ് എ വെരി സോഫ്റ്റ് ദോശ. പക്ഷെ എന്ത് ഹെൽത്തിയാണെന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ പിന്നെ ഇതിൽ എന്താ പറയുക, റാഗി ആൻഡ് ഈക്വൽ ക്വാണ്ടിറ്റി ഓഫ് റൈസാണ്, വേറെ ഒന്നുമില്ലല്ലോ പ്രത്യേകിച്ച് പറയാനായിട്ട്. പിന്നെ തേങ്ങ, അപ്പോൾ ആ ഒരു രുചി നന്നായിട്ട് കിട്ടും. സെക്കൻഡ് ദോശ ഓൾസോ റെഡി. പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ കംപ്ലീറ്റ് മാവ് ഞാൻ ദോശ ഉണ്ടാക്കി തീർത്തിട്ട് ഞാനെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കാണിച്ചു തരാം. പെട്ടെന്ന് തന്നെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു അടിപൊളി ദിവസമല്ലായിരുന്നു. ഭയങ്കര ഒരു എന്താ പറയുക, ഐശ്വര്യമുള്ളൊരു ദിവസം. നല്ല നല്ല കാര്യങ്ങൾ. അമ്പലത്തിലൊക്കെ പോകുമ്പോൾ തന്നെ ഏത് ദേവാലയത്തിൽ പോയാലും ഒരു ഫീലിംഗ് ആണ്, പോസിറ്റിവിറ്റി. അങ്ങനെ ലാസ്റ്റ് ദോശയും റെഡിയായി. നമ്മൾ കടപ്പയെ സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. കുംഭകോണം കടപ്പ. ഇച്ചിരൂടെ ലൂസാക്കാൻ വേണമെങ്കിൽ ഇത് ഇരുന്ന് ഒന്നുകൂടി ഒന്ന് കുറുകി തിളച്ച വെള്ളം ഒഴിച്ചാൽ മതി. യെസ്, the curry is ready. Dosha also ready. ഇപ്പോൾ പ്ലേറ്റിലേക്ക് ഒരു ദോശ എടുക്കട്ടെ. കുറച്ച് കടപ്പ കറി. ഒരെണ്ണം എന്നുള്ളത് 2 എണ്ണം ആക്കാം, ഒരു ഇഫക്റ്റിന്. ലാവിഷായിട്ട് ഒഴിക്കാം. ഇഷ്ടംപോലെ ഉണ്ട് കടപ്പ. ഇനി കഴിക്കട്ടെ, ടേസ്റ്റ് പറയാം. അതായത് ഇതിപ്പോൾ ദോശ, ഓക്കെ. ഇനി ഇതേ കാര്യം തന്നെ നിങ്ങൾക്കൊരു എന്താ പറയുക, കല്ലപ്പം പോലെ ആപ്പം പോലെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്താൽ മതി. അപ്പോൾ അത് അപ്പമായി മാറും. അങ്ങനെ, ഓക്കെ. ഇത് നോക്കിയോളൂ. ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് വളരെ ഹെൽത്തിയാണ്. നമ്മുടെ റാഗിയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ ഇതിനു വേണ്ടി അരി ഒന്നും നമ്മൾ വെള്ളത്തിൽ ഇടുന്നില്ലല്ലോ. ചോറ് നമ്മൾ ഫ്രിഡ്ജിനകത്തൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, വീട്ടിൽ ചോറുണ്ടാവില്ല, ആ ചോറ് എടുത്താൽ മതി. അടിപൊളി, സൂപ്പർ. ഈ കടപ്പയ്ക്ക് ഒരു എരിവിൻ്റെ ഈ കടപ്പ കറിയിലേക്ക്
ഒരു പുളിയുടെ ഒരു സംഭവം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചിലർ ടൊമാറ്റോ ഇടും, അല്ലെങ്കിൽ കുറച്ച് നാരങ്ങാനീര് ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ രണ്ടും ചെയ്തില്ല, കാര്യം ദോശയ്ക്ക് അത്യാവശ്യം പുളിയുണ്ട്. അല്ലെങ്കിൽ ലാസ്റ്റ് കുറച്ച് നാരങ്ങാനീര് ഒഴിക്കാം, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നമ്മൾ ടൊമാറ്റോയും കൂടി അരിഞ്ഞിട്ടാൽ മതി. സൂപ്പർ. അങ്ങനെ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നു, ഉണ്ടാക്കി നോക്കുക. ഓക്കെ, നമുക്കിഷ്ടമാവും. ഇത് ഇഡ്ഡലിയുടെ അവരുടെ അവിടെയൊക്കെ ഇഡ്ഡലി ദോശയുടെ കൂടെയുള്ള കോംബോ ആണ്, കുംഭകോണത്തെല്ലാം. നമുക്കത് നമ്മുടെ നാട്ടിൽ വന്നാൽ ചപ്പാത്തിക്കും പൂരിക്കും വരെ ഇത് നല്ലൊരു കോംബോ ആയിരിക്കും. അപ്പോൾ തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ഇംഗ്ലീഷ് മീഡിയം വ്ളോഗ്സ്. ലവ് യു ഓൾ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ.